പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരുടെ ചോയ്സ് ആണ്? LDFന്റെ ചരിത്രപരമായ പരാജയത്തിന് ശേഷം കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ മുഴങ്ങിക്കേൾക്കുന്ന ചോദ്യമാണിത്. പാർട്ടിക്ക് മുകളിൽ പാർട്ടി സെക്രട്ടറിയെക്കാളും കേന്ദ്ര കമ്മിറ്റിയെക്കാളും വലിയൊരു വ്യക്തിപ്രഭാവമായി പിണറായി വിജയൻ മാറിയപ്പോൾ ഈ ചോദ്യത്തിന്റെ മൂർച്ച അണികൾക്കിടയിലും നേതാക്കൾക്കിടയിലും ഒരുപോലെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. തോൽവിയുടെ കയ്പുനീരിലും തിരുത്തലുകൾക്ക് വിധേയനാകാതെ കേന്ദ്ര നേതൃത്വത്തിന്റെ കടുത്ത വിയോജിപ്പുകളെ പോലും കാറ്റിൽ പറത്തി അദ്ദേഹം പ്രതിപക്ഷ നേതാവ് എന്ന പുതിയ റോളിലേക്ക് എത്തുമ്പോൾ അത് പ്രസ്ഥാനത്തിന്റെ ചോയ്സ് ആണോ, അതോ പിണറായി വിജയൻ എന്ന വ്യക്തിക്ക് മുന്നിൽ കീഴടങ്ങാൻ മാത്രം ശീലിച്ച ഒരു കൂട്ടം സംസ്ഥാന നേതാക്കളുടെ ചോയ്സ് ആണോ എന്ന ചോദ്യം CPMന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും അതേപോലെ തന്നെ ജനാധിപത്യത്തെയുമാണ് ഇന്ന് വിചാരണ ചെയ്യുന്നത്. കേരളത്തിന്റെ സമീപകാല രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ അട്ടിമറിക്കും വൻ അഴിച്ചുപണികൾക്കുമാണ് 16ാം നിയമസഭ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഒരു പതിറ്റാണ്ട് കാലം ഭരണസിംഹാസനത്തിലിരുന്ന് പാർട്ടിയെയും ഭരണകൂടത്തെയും ഒരുപോലെ നിയന്ത്രിച്ച പിണറായി വിജയൻ ഇത്തവണ തോൽവിയുടെ കയ്പുനീർ കുടിച്ച് സഭയിലെ പ്രതിപക്ഷ നേതാവായി ചുമതലയേൽക്കുമ്പോൾ അത് കേവലം ഒരു പദവി മാറ്റം മാത്രമായിട്ട് നമുക്ക് നോക്കിക്കാണാൻ കഴിയില്ല. മറിച്ച് CPM എന്ന പ്രസ്ഥാനത്തിനകത്തെ കനൽ വഴികളുടെ തുടക്കമാണത്. കഴിഞ്ഞ 5 വർഷം പ്രതിപക്ഷ നേതാവായിരുന്ന LDF കോട്ടകളെ വിറപ്പിച്ച VD സതീശൻ ഭരണകക്ഷിയുടെ നായകനായി മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തിയപ്പോൾ അതേ സതീശനെതിരെ ചോദ്യശരങ്ങൾ തൊടുക്കേണ്ട പ്രതിപക്ഷത്തിന്റെ മുഖമായി പിണറായി വിജയനെ പാർട്ടി നിശ്ചയിച്ചിരിക്കുന്നു. കേന്ദ്ര നേതൃത്വത്തിലും അതുപോലെ ബംഗാൾ ഘടകത്തിലെ പ്രമുഖ നേതാക്കൾക്കിടയിലും കടുത്ത എതിർപ്പും വലിയ വിയോജിപ്പും പുകഞ്ഞു നിന്നിട്ടും കേരള സംസ്ഥാന കമ്മിറ്റി തങ്ങളുടെ തീരുമാനത്തിൽ പാറ പോലെ ഉറച്ചു നിന്നത് ആരെയും അമ്പരപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഇത് അധികാരത്തോടുള്ള മോഹം കൊണ്ടാണോ, അതോ പിണറായി എന്ന സൂര്യന് ചുറ്റും മാത്രം കറങ്ങുന്ന കേരളത്തിലെ പാർട്ടിക്ക് അദ്ദേഹത്തെ മാറ്റി നിർത്താൻ ധൈര്യമില്ലാത്തത് കൊണ്ടാണോ എന്ന ചോദ്യം രാഷ്ട്രീയപരമായി ഏറെ മൂർച്ചയുള്ളതാണ്. അത് തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകാർ പോലും ഇന്ന് പരസ്പരം ചോദിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, പ്രതിപക്ഷ നേതാവ് എന്ന പദവി മുഖ്യമന്ത്രി കസേരയേക്കാൾ കനലുകൾ നിറഞ്ഞ ഒരു സംഭവമാണ്. ജനകീയ വിഷയങ്ങളിൽ നിരന്തരം സജീവമാകേണ്ട, മാധ്യമങ്ങളെ കണ്ട് സർക്കാരിന്റെ വീഴ്ചകൾ അക്കമിട്ട് നിരത്തേണ്ട, മുഖ്യമന്ത്രിയേക്കാൾ കൂടുതൽ ചുറുചുറുക്കോടെയും വേഗതയോടെയും ഫയലുകളിലും ജനമധ്യത്തിലും ഇടപെടേണ്ട ഒരു ഫുൾ ടൈം രാഷ്ട്രീയ റോളാണ് പ്രതിപക്ഷ നേതാവിൻ്റെത്. മാധ്യമങ്ങളോട് പണ്ടേ പുലർത്തുന്ന അകലവും കടക്ക് പുറത്ത് എന്ന ആജ്ഞാന ശൈലിയും കൈമുതലുള്ള പിണറായി വിജയനെ പോലൊരു നേതാവിനെ എന്തിനാണ് പാർട്ടി ഇത്രയും ധൃതിപ്പെട്ട് ഈ കസേരയിലേക്ക് എഴുന്നള്ളിച്ചത് എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. 102 സീറ്റുകളുടെ വമ്പൻ ഭൂരിപക്ഷത്തോടെ UDF അധികാരം പിടിച്ചെടുക്കുകയും LDF കേവലം 35 സീറ്റുകളിലേക്ക് ഒതുക്കപ്പെടുകയും ചെയ്ത ഈ മഹാപരാജയത്തിന് കാരണം പിണറായി വിജയന്റെ കടുംപിടുത്തങ്ങളും ധാർഷ്ട്യവുമാണ് എന്നാണ് CPMന്റെ താഴെത്തട്ടിലുള്ള ജില്ലാ കമ്മിറ്റികളിൽ നിന്ന് കടുത്ത വിമർശനങ്ങൾ ഉയർന്നു വന്നത്. അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലമായ ധർമ്മടത്ത് പോലും ഭൂരിപക്ഷം കുത്തനെ ഇടിഞ്ഞ് കഷ്ടിച്ച് രക്ഷപ്പെട്ട ഒരു ക്യാപ്റ്റനെ എന്തിനാണ് തിരുത്തലുകൾക്ക് പോലും സമയം നൽകാതെ പ്രതിപക്ഷത്തിന്റെ നായകനാക്കിയത് എന്നതാണ് ഇവിടെ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ഇതിന് പിന്നിലുള്ള രാഷ്ട്രീയ തന്ത്രം തികച്ചും വ്യക്തി കേന്ദ്രീകൃതമാണ് കേട്ടോ. തോൽവിയുടെ പൂർണ്ണമായ ഉത്തരവാദിത്തം പിണറായി വിജയൻ എന്ന വ്യക്തിയിലേക്ക് മാത്രം ചെന്നെത്താതിരിക്കാനും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രഭാവത്തിന് മുകളിൽ ഒരു വീഴ്ചയുടെ കറ പുരളാതിരിക്കാനുമുള്ള സംസ്ഥാന നേതൃത്വത്തിന്റെ മുൻകൂർ ജാമ്യമായിട്ടാണ് നമ്മൾ ഇതിനെ നോക്കിക്കാണേണ്ടത്. പിണറായിയെ മാറ്റി നിർത്തി കൊട്ടാരക്കരയിൽ നിന്ന് ജയിച്ച KN ബാലഗോപാലിനെ പോലൊരു നേതാവിനെ പ്രതിപക്ഷ നേതാവാക്കിയാൽ അത് പിണറായിയുടെ ശൈലിക്കേറ്റ പരാജയമായിട്ട് ലോകം വിലയിരുത്തുമെന്ന് പാർട്ടി ഭയന്നു. തോറ്റാലും ജയിച്ചാലും പിണറായി തന്നെ. തോൽവിയിലും പിണറായിയെ തന്നെ മുന്നിൽ നിർത്തി ഉത്തരവാദിത്തം കൂട്ടുത്തരവാദിത്തം എന്ന ലേബൽ ഒതുക്കി തീർക്കാനുള്ള തന്ത്രപരമായ നീക്കമാണ് CPM ഇവിടെ നടത്തിയത്. കൂടാതെ വരാനിരിക്കുന്ന VD സതീശൻ സർക്കാരിന്റെ കടുത്ത രാഷ്ട്രീയ ആക്രമണങ്ങളെയും പഴയ അഴിമതി കേസുകളുടെ അന്വേഷണങ്ങളെയും പ്രതിരോധിക്കാൻ പിണറായിയുടെ കടുത്ത രാഷ്ട്രീയ വ്യക്തിത്വം തന്നെ വേണമെന്ന കാർക്കശ്യവും ഇതിനു പിന്നിൽ പ്രവർത്തിച്ച ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. എന്നിരുന്നാലും ഈ ധൃതി പിടിച്ച തീരുമാനം പാർട്ടിയുടെ ഭാവിയെ കൂടുതൽ ഇരുട്ടിലാക്കാനേ ഉപകരിക്കൂ എന്ന കാര്യം കൂടി ഇവിടെ പറയണം. പുതിയൊരു യുവ നേതൃത്വത്തിന് വഴിമാറിക്കൊടുത്ത് താഴെത്തട്ടിൽ നിന്ന് പ്രസ്ഥാനത്തെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് പകരം പരാജയപ്പെട്ട അതേ മുഖത്തെ തന്നെ വീണ്ടും പ്രതിപക്ഷത്തിന്റെ കാവലാളാക്കുന്നത് രാഷ്ട്രീയ വഞ്ചനയല്ലാതെ മറ്റെന്താണ്? ഭരണത്തിലിരുന്നപ്പോൾ ജനങ്ങളിൽ നിന്നും മാധ്യമങ്ങളിൽ നിന്നും ഒളിച്ചോടിയ ഒരു നേതാവിന് ഭരണകൂടത്തെ വിറപ്പിക്കുന്ന ഒരു ജനകീയ പ്രതിപക്ഷ നേതാവാകാൻ എങ്ങനെ സാധിക്കുമെന്ന ചോദ്യമാണ് നമ്മൾ ഇവിടെ ചോദിക്കേണ്ടത്. അധികാരത്തിന്റെ തണലിൽ നിന്ന് മാത്രം ശീലിച്ച കടുപ്പമേറിയ ആ ശൈലി മാറ്റാൻ പിണറായി തയ്യാറാകുമോ, അതോ നിയമസഭയ്ക്കകത്ത് VD സതീശന്റെയും UDFന്റെയും രാഷ്ട്രീയ മൂർച്ചയ്ക്ക് മുന്നിൽ LDF കൂടുതൽ തകർന്നടിയുമോ എന്നത് വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയം കാണാനിരിക്കുന്ന ഒരു പോരാട്ടം തന്നെയായിരിക്കും. എന്നിട്ടും ഒരു ചോദ്യം അവശേഷിക്കുകയാണ്.
ആരായിരുന്നു പിണറായി എന്ന ചോയ്സ് മുന്നോട്ട് വെച്ചത്?